ജുഡീഷ്യൽ കമ്മീഷന് നിയമസാധുതയില്ല. ആ കമ്മീഷൻ നിയമനം റദ്ദാക്കി ഹൈക്കോടതി എന്നൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോ അത് ഉറപ്പായും ആ മുനമ്പത്ത് അതിജീവന സമരം നടത്തുന്നവർക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഈ കമ്മീഷൻ നിയമനം ചോദ്യം ചെയ്ത് വഖഫ് സംരക്ഷണ സമിതിയായിരുന്നു കോടതിയെ സമീപിച്ചത്. കമ്മീഷൻ നിയമനം റദ്ദാക്കി. അപ്പൊ അത് എസ് കെ വീണ്ടും സങ്കീർണമാക്കുകയാണ്. കാര്യം ഈ മുനമ്പം ഈ കമ്മീഷൻ അവിടുത്തെ പ്രശ്നപരിഹാരത്തിന് ഒരു വഴിവെക്കും എന്നൊക്കെയായിരുന്നു പ്രതീക്ഷ. പക്ഷെ ആ പ്രതീക്ഷകൾ ഒരുപക്ഷെ അസ്ഥാനത്താവുന്നു. ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീകാന്ത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ കമ്മീഷന്റെ പ്രവർത്തനം അസാധുവാണ് എന്ന് കോടതി പറയുന്നതിന്റെ പശ്ചാത്തലം എന്താണ്? വിജയകുമാർ, മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് നിയമസാധുതയില്ല എന്നിപ്പോൾ ഹൈക്കോടതി വിധിച്ചിരിക്കുന്നു. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ വാർത്തയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും പുറത്തു വരുന്നത്. നീറുന്ന പ്രശ്നം, പരിഹാരമില്ലാതെ നീണ്ടുപോയ പ്രശ്നം, ആ പ്രശ്നത്തിന് ഇനി എന്ത് പരിഹാരം എന്നുള്ളതാണ് സർക്കാരിന് മുന്നിലും ഉയരാൻ പോകുന്ന ചോദ്യം. ഒപ്പം തന്നെ മുനമ്പത്തെ ജനങ്ങളുടെ മുന്നിലും ഉയരാൻ പോകുന്ന ചോദ്യം. അതായത് ഇതിൽ സർക്കാർ ഒരു കമ്മീഷനെ വെക്കുന്നു, ആ വിഷയം പഠിക്കുന്നതിന് വേണ്ടി. ആ കമ്മീഷന് നിയമസാധുതയില്ല എന്ന് കോടതി തന്നെ പറയുകയാണ്. എന്തുകൊണ്ടാണ് നിയമസാധുതയില്ല എന്ന് പറയുന്നതിന് ഇപ്പോൾ കോടതിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട്. വഖഫ് ട്രിബ്യൂണലിന് മുന്നിലുള്ള വിഷയത്തിൽ ഈ അന്വേഷണം നടത്താൻ സർക്കാരിനാകില്ല എന്നിപ്പോൾ പറയുന്നു. കമ്മീഷനെ നിയോഗിക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. മനസ്സിരുത്തിയല്ല സർക്കാർ കമ്മീഷനെ നിയോഗിച്ചത്. കൃത്യമായ വിശദീകരണം നൽകാൻ സർക്കാരിനായില്ല. പക്ഷേ ഇതിലൊരു പ്രധാന കാരണം, ഇത് വഖഫ് ട്രിബ്യൂണലിന്റെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. അതിനാൽ സർക്കാരിന് ഇതിൽ നിയമസാധുത അല്പസമയത്തിനകം ശ്രീകാന്തിലേക്ക് എത്താം. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമസാധുത ഹൈക്കോടതി തള്ളിക്കളയുകയാണ്.